വെൽക്കം ടു ദ കെമിസ്ട്രി ക്ലാസ്. കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹംഫ്രി ഡേവി അതുപോലെ മൈക്കൽ ഫാരഡേ ഈ സയൻറ്റിസ്റ്റുകളുടെ കോൺട്രിബ്യൂഷനാണ് നമ്മൾ പഠിച്ചത്. അതായത് ആറ്റം എന്ന് പറയുന്നത് ഡിവിസിബിൾ ആണ്, ആറ്റത്തിനകത്ത് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഉണ്ട് എന്ന് പ്രൂവ് ചെയ്ത സയൻറ്റിസ്റ്റാണ് ഹംഫ്രി ഡേവിയും മൈക്കൽ ഫാരഡേയും എല്ലാം. ജെ തോംസൺ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റിൻ്റെ കോൺട്രിബ്യൂഷനാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ജെ തോംസൺ ഇസ് ദ സയൻറ്റിസ്റ്റ് ഹു discovered electron in the year 1897. He conducted discharge tube experiments. ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻസിലൂടെയാണ് ജെ തോംസൺ ഈ ഇലക്ട്രോൺസ് ഡിസ്കവർ ചെയ്തത്. അപ്പോൾ അതിനെ ഉപയോഗിച്ച ഒരു അപ്പാരറ്റസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു ഗ്ലാസ് ട്യൂബ്, സീൽ ചെയ്ത ഒരു ഗ്ലാസ് ട്യൂബ്, സീൽഡ് ഗ്ലാസ് ട്യൂബ് ഈസ് യൂസ്ഡ് ഫോർ conducting discharge tube experiment. And here two electrodes, this is cathode and this is anode. കാഥോഡും ആനോഡും രണ്ട് സൈഡിലായിട്ട് ഉറപ്പിച്ചിരിക്കുന്നു. ഇതിനകത്തുള്ള ഗ്യാസിന് വാക്യൂം പമ്പ് ഉപയോഗിച്ച് അതിൻ്റെ പ്രഷർ കുറച്ച് വെരി ലോ പ്രഷറിലാണ് ഇവിടെ ഈ എക്സ്പെരിമെൻറ്റ്സിൽ he proved that the rays coming from the cathode consist of negatively charged particles. അതെങ്ങനെ, how he proved that when the pressure is decreased and high voltage is applied, the gas inside this tube is getting ionized, and the cathode, from the cathode, the electron, that is the cathode rays, the rays coming from the cathode is called cathode rays, and cathode rays consist of negatively charged particles. എന്ന് കണ്ടുപിടിച്ചത് ഇതിൻ്റെ ഈ പാത്തിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് വെക്കുകയാണെങ്കിൽ, ഇലക്ട്രിക് ഫീൽഡ് പോസിറ്റീവ് നെഗറ്റീവ് പോൾ ഉണ്ടെന്ന് അറിയാമല്ലോ. അപ്പോൾ ആ നെഗറ്റീവ് ഫീൽഡ് വെക്കുകയാണെങ്കിൽ ഈ വരുന്ന കാഥോഡ് റേസ് ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പോസിറ്റീവ് സൈഡിലേക്ക് ടേൺ ചെയ്യുന്നതായിട്ട് he proved that when an electric field is placed in the path of the cathode rays, the cathode rays turn towards the positively charged അല്ലെങ്കിൽ pole of the electric field. പോസിറ്റീവ് പോളിലേക്ക് ടേൺ ചെയ്യുന്നു എന്ന് കണ്ടതുകൊണ്ടാണ് that proved that these cathode rays are negatively charged particles. And also these cathode rays are invisible എന്ന് നമ്മൾ പറഞ്ഞു. Then how can we detect the presence of these cathode rays? That is, he coated this side, this back side of the anode using zinc sulfide, അല്ലെങ്കിൽ സിങ്ക് സൾഫൈഡോ അല്ലെങ്കിൽ അതുകൊണ്ട് കോട്ട് ചെയ്യുമ്പോൾ ഇവിടെ കുറച്ചിങ്ങനെ എന്താ പറയുക ബ്രൈറ്റ് സ്പോട്ട്സ് ഡെവലപ്പ് ചെയ്യും. ഇത് വന്നിട്ട് ഇവിടെ അത് മാത്രമല്ല, ഈ ആനോഡ് ഹോൾസ് ഉള്ള ആനോഡാണ് ഉപയോഗിച്ചത്. ഹി യൂസ്ഡ് ദ ആനോഡ് പെർഫറേറ്റഡ് എന്ന് പറയും. ഹി യൂസ്ഡ് പെർഫറേറ്റഡ് ആനോഡ്, അതായത് ആനോഡ് ഹാവിങ് സ്മോൾ ഹോൾസ് ഇൻ ഇറ്റ്. ദാറ്റ് പെർഫറേറ്റഡ് ആനോഡ് ഈസ് യൂസ്ഡ്. ഇവിടെ ഹോൾസ് ഞാനിങ്ങനെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഹോൾസിലൂടെ ഈ റേസ് കടന്നു പോയിട്ട് ഇവിടെ ആണെങ്കിൽ സിങ്ക് സൾഫൈഡ് കോട്ടിങ് ഈ ഗ്ലാസ്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ ഇത് വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ബ്രൈറ്റ് സ്പോട്ട്സ് ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് കണ്ടു. അങ്ങനെയാണ് കാഥോഡ് റേസ് ആർ കമ്മിങ് ഫ്രം ദ കാഥോഡ് എന്നും ദേ ആർ പാസിങ് ത്രൂ ദീസ് ഹോൾസ് ആൻഡ് ദേ ഹിറ്റ് ഓൺ ദ വാൾസ് ഓൺ ദ ബാക്ക് സൈഡ് ഓഫ് ദ ആനോഡ് എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ദാറ്റ് തോംസൺസ് discharge tube experiment lead to the conclusion that the cathode rays consist of negatively charged particles called electrons. അപ്പോൾ നമുക്കും മനസ്സിലാക്കാം, ദാറ്റ് ഈസ് എല്ലാ മാറ്ററിലും ആറ്റം ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, ഡാൾട്ടൺസ് അറ്റോമിക് തിയറി. മാറ്റർ ഇൻഡിവിസിബിൾ ആണെന്ന് ഡാൾട്ടൺ പറഞ്ഞു. ബട്ട് ഇപ്പോൾ നമ്മൾ 2-3 സയൻറ്റിസ്റ്റിൻ്റെ experimental results കാണിക്കുന്ന matter is also divisible. And now J.J. Thomson proved that matter contain atoms, and the atoms contain negatively charged particles called electrons. അതായത് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ്സിലൂടെയാണ് ഇലക്ട്രോണുകളെ കണ്ടുപിടിച്ചത്. ഇലക്ട്രോൺസ് ഡിസ്കവേർഡ് ബൈ J.J. Thomson യൂസിങ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ്. ഇവിടെ പോസിറ്റീവ്ലി ചാർജ്ഡ് സെൻറ്റർ കോൾഡ് ന്യൂക്ലിയസ്. എല്ലാ ആറ്റത്തിനും ഒരു ന്യൂക്ലിയസ്
ന്യൂക്ലിയസ് ഉണ്ടെന്നും അതിൻ്റെ ചാർജ് പോസിറ്റീവാണെന്നും കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റാണ് റൂദർഫോർഡ്. റൂദർഫോർഡിൻ്റെ ഡിസ്കവറിയാണ് ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജ് ഉണ്ടെന്നും പോസിറ്റീവ് ചാർജ് ഉള്ള ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജ് കൊടുത്തത് പ്രോട്ടോണുകളുടെ സാന്നിധ്യമാണെന്നും കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റാണ് റൂദർഫോർഡ്. ഇവിടെ നോക്കുക, ഇതിനു വേണ്ടി ഒരു ഗോൾഡ് ഫോയിൽ, ഈ ഒരു ലൈന് ഗോൾഡ് ഫോയിലിനെ കാണിക്കുന്നു. ഗോൾഡ് ഫോയിൽ, വെരി തിൻ ഗോൾഡ് ഫോയിൽ യൂസ് ചെയ്തിട്ടാണ് ഈ എക്സ്പെരിമെൻറ്റ് നടത്തിയത്. യൂസിങ് വെരി തിൻ ഗോൾഡ് ഫോയിൽ ഹി അലൗഡ് ആൽഫ റേസ് ടു ഫോൾ ത്രൂ ഇറ്റ്. അപ്പോൾ ഒരു തിന്നായിട്ടുള്ള ഗോൾഡ് ഫോയിലിലൂടെ ആൽഫ റേസിനെ ബൊംബാർഡഡ് എന്ന് പറയുന്ന ഒരു വേർഡാണ് ഉപയോഗിക്കുന്നത്. ഹി ബൊംബാർഡഡ് വെരി തിൻ ഗോൾഡ് ഫോയിൽ യൂസിങ് ആൽഫ റേസ്. ആൽഫ റേസ് അല്ലെങ്കിൽ ആൽഫ പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ അത് ഹീലിയത്തിൻ്റെ ന്യൂക്ലിയസ് ആണ്. ഹീലിയത്തിന് 2 പ്രോട്ടോണും 2 ന്യൂട്രോണും 2 ഇലക്ട്രോണും ഉണ്ട്. അതിൻ്റെ 2 ഇലക്ട്രോണുകളെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഹീലിയം ന്യൂക്ലിയസ്. ആ ഹീലിയം ന്യൂക്ലിയസ് തന്നെയാണ് ആൽഫ റേസ്. സോ ആൽഫ റേസ് ആർ ഹീലിയം ന്യൂക്ലിയസ്. ആൻഡ് when the alpha rays are allowed to fall on a very thin gold foil, he found following results. That is, he allowed the rays to fall on a photographic plate and he found the following observation. എന്തൊക്കെയാണ് കണ്ടത്? അതായത് ഇതിൽ കൂടെ മെജോറിറ്റി ഓഫ് ദ ആൽഫ റേസ് പാസസ് സ്ട്രൈറ്റ് വിത്തൗട്ട് എനി ഡീവിയേഷൻ ഓർ റിഫ്ലക്ഷൻ. ഒരു മേജർ പോർഷൻ ഓഫ് ദ ആൽഫ റേസ് ഇതിലൂടെ ഒരു ചേഞ്ച് ഇല്ലാതെ കടന്നുപോയി. ദേ പാസ് സ്ട്രൈറ്റ്. ദാറ്റ് ഷോസ് മേജർ പോർഷൻ ഓഫ് ദ ആറ്റം ഈസ് എംപ്റ്റി. അപ്പോൾ ഒരു ആറ്റത്തിൻ്റെ ഒരു മെജോറിറ്റി പോർഷന് എംപ്റ്റി ആണെന്ന് അത് കാണിക്കുന്നു. അതുപോലെ ഒരു വെരി ഫ്യൂ ആൽഫ പാർട്ടിക്കിൾസ് ദേ ഡീവിയേറ്റഡ് ടു എ സ്മോൾ ആംഗിൾ. ഒന്നിങ്ങനെ പോയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഡീവിയേറ്റ് ചെയ്തിരിക്കും. ദാറ്റ് ഷോസ് there is a center called positively charged center. ആ ഒരു സെൻറ്ററിൻ്റെ പ്രസൻസിലാണ് അത്, ബിക്കോസ് ദിസ് പാർട്ടിക്കിൾ ഈസ് ഓൾസോ പോസിറ്റീവ്ലി ചാർജ്ഡ്. ആൽഫ പാർട്ടിക്കിൾ ഈസ് ഓൾസോ പോസിറ്റീവ്ലി ചാർജ്ഡ്. വെൻ എ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ കംസ് നിയർ എ പോസിറ്റീവ്ലി ചാർജ്ഡ് ന്യൂക്ലിയസ്, ദാറ്റ് ഈസ് ടേണിങ് അല്ലെങ്കിൽ ദാറ്റ് ഈസ് ജസ്റ്റ് ഡീവിയേറ്റിംഗ്. അങ്ങനെയാണ് ഇത് ഡീവിയേറ്റ് ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. Then only a very few alpha particles, when they come and they returned, that is they recoiled back എന്നൊക്കെ പറയും. they returned back. എങ്ങനെയാണോ നമ്മളൊരു പന്ത് അല്ലെങ്കിൽ when we hit a ball on a wall, it will naturally come back very easily. അതുപോലെ ബിക്കോസ് എന്തുകൊണ്ടാണ് ആ പന്ത് ഇങ്ങനെ തിരിച്ച് നമ്മുടെ അടുത്തേക്ക് വരുന്നത്? Because that wall is very hard. When we hit a ball on the wall, it will come back to us because that is due to because it is very hard. അതുപോലെ ഈ ഒരു ന്യൂക്ലിയസും ഹാർഡാണെന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ അതുപോലെ ഇവിടെ തന്നെ ഈ ഒരു മെജോറിറ്റി ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ പാസ് സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞു. അതുപോലെ ബിക്കോസ് അത് ഒരുപാട് സ്ഥലം എംപ്റ്റി ആണെങ്കിൽ അതിലൂടെ ഈസി ആയിട്ട് കടന്നു പോകും. അതാണ് അത് സൂചിപ്പിക്കുക. അപ്പോൾ ഒരു ആറ്റത്തെക്കുറിച്ച് നമുക്കൊരു ഐഡിയ തന്നെ ഈ ഒരു റൂദർഫോർഡിൻ്റെ എക്സ്പെരിമെൻറ്റിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു ആറ്റത്തിൻ്റെ മേജർ പോർഷൻ ഈസ് എംപ്റ്റി ആൻഡ് ദർ ഇസ് എ വെരി സ്മോൾ പാർട്ടിക്കിൾ, വെരി സ്മോൾ പോർഷൻ അറ്റ് ദ സെൻറ്റർ, ദാറ്റ് ഈസ് കോൾഡ് ന്യൂക്ലിയസ് എന്ന് നമുക്ക് വിളിക്കാം. ദാറ്റ് ന്യൂക്ലിയസ് ഈസ് പോസിറ്റീവ്ലി ചാർജ്ഡ്. അതുകൊണ്ടാണ് ഈ വരുന്ന ആൽഫ റേസ് ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്ത് പോയത്. ബിക്കോസ് ആ പോസിറ്റീവായിട്ടുള്ള ഒരു പാർട്ടിക്കിൾ പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂക്ലിയസിൻ്റെ അടുത്തെത്തുമ്പോൾ അവിടെ റിപ്പൾഷൻ ഉണ്ടാവും. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് ഡീവിയേറ്റഡ് ടു എ സ്മോൾ ആംഗിൾ. ആൻഡ് സം ഓഫ് ദ പാർട്ടിക്കിൾസ്, വെരി ഫ്യൂ പാർട്ടിക്കിൾസ്, ദേ റിട്ടേൺഡ് ബാക്ക് ബിക്കോസ് ദാറ്റ് ഷോസ് ദ ന്യൂക്ലിയസ് ഈസ് ഹാർഡ് ആൻഡ് ഇറ്റ് ഓക്കുപ്പൈസ് ഓൺലി എ സ്മോൾ വോളിയം. അതുകൊണ്ടാണ് കുറച്ച് പാർട്ടിക്കിൾസ് മാത്രം റിട്ടേൺ ചെയ്തത്. Only a very few particles hit the atom and they returned back because they hit the nucleus which is very hard. അപ്പോൾ ആ ഹാർഡായിട്ടുള്ള ഒബ്ജക്റ്റിൽ ഇങ്ങനെ തട്ടുമ്പോൾ they will come back. അതാണ് അതിൻ്റെ. അപ്പോൾ this shows that Rutherford shows that the center of the atom is positively charged and this is called a nucleus and it is very small in volume. Nucleus is small compared to the atom. Atom compare ചെയ്യുമ്പോൾ ന്യൂക്ലിയസ് വളരെ ചെറുതാണ്.
എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ഒരു വലിയ സ്റ്റേഡിയത്തിൻ്റെ നടുവിലായിട്ട് ഒരു ചെറിയ ബോൾ വെക്കുകയാണെങ്കിൽ അത് ഈ സ്റ്റേഡിയത്തെ കമ്പയർ ചെയ്യുമ്പോൾ ബോൾ ഈസ് വെരി സ്മോൾ. സോ നമുക്ക് അങ്ങനെ ഒരു ഇമാജിനേഷനിലേക്ക് പോകാം. ദാറ്റ് ഈസ് യു കമ്പയർ the atom to stadium and you compare the nucleus to a small ball എന്ന് നമുക്ക് നോക്കാം. നമുക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ നോക്കാം. ഇതൊരു സെല്ലോ ടൈപ്പാണ്. ഇത് ഒരു സ്റ്റേഡിയം ആണെന്ന് വിചാരിക്കുക. അതിൻ്റെ മിഡിലിൽ വെച്ചിരിക്കുന്ന ഒരു ചെറിയ ന്യൂക്ലിയസ്, ഒരു ചെറിയ ബോൾ. അപ്പോൾ ഒരു ആറ്റം, അതിൻ്റെ മിഡിലുള്ള ഒരു ചെറിയ ന്യൂക്ലിയസ്, ഒരു സ്റ്റേഡിയത്തിൻ്റെ മിഡിലിൽ ഒരു ചെറിയ പന്ത് വെച്ചിരിക്കുന്നു. ഇങ്ങനെ നമുക്ക് നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ തന്നെ അത് ഒരു കാര്യം പഠിക്കുമ്പോൾ അതിൽ എങ്ങനെയായിരിക്കാം അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഒരു ബ്രെയിനിന് നമ്മളത് കൊടുക്കണം. അപ്പോഴാണ് ആ ഒരു പഠനം കുറച്ചുകൂടെ എളുപ്പമാവുക. That's all in this class. Thank you, and share and subscribe my channel.